ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൺ സ്റ്റൂ ആണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, നമുക്കൊന്ന് ആ വിധത്തിലുള്ള കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ മട്ടൺ ഞാൻ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സവാള 2 എണ്ണം, 2 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, കുറച്ച് പച്ചമുളക്, എരിവിൻ്റെ അനുസരിച്ചാണ് നമ്മൾ പച്ചമുളക് എടുക്കുന്നത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് 5 അല്ലി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കറുവപ്പട്ട വേണം, ഏലക്ക, കറിയാമ്പൂ. ഇതാണ് മസാല. പിന്നെ കുരുമുളക് ചതച്ചതാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ നമ്മൾ എടുത്തിരിക്കുന്നത് 2.5 കപ്പ് അളവിൽ 2-ാം പാലും, 1/4 കപ്പ് അളവിൽ ഒരു 1/2 കപ്പ് അരക്കിടക്ക് നിൽക്കുന്ന അളവിൽ നമ്മൾ എടുത്തിരിക്കുന്നു 1-ാം പാല്. അങ്ങനെയാണ് പാലിൻ്റെ അളവ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2.5 കപ്പ് അളവിൽ തന്നെ 2-ാം പാൽ എടുക്കണം കേട്ടോ. കുറുകിയ പാൽ, അതായത് 1-ാം പാല് ഒരു 1/2 കപ്പോ അതിൽ താഴെയോ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ 2 പാത്രത്തിലായിട്ട് നമ്മൾ മാറ്റി വെച്ചു. ആദ്യം തന്നെ നമുക്ക് മട്ടൺ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. മട്ടൺ ഇവിടെ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മട്ടൺ വേവിക്കാൻ വേണ്ടി കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. പകുതി വേവ് നമുക്ക് കുക്കറിലിട്ട് തന്നെ വേവിച്ച് എടുക്കേണ്ടതുണ്ട്. 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് വിനെഗറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പാകത്തിന് ഉപ്പും ചേർക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത ശേഷം ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്ക് മട്ടൺ വേവിച്ചെടുക്കാം. ഇറച്ചിയൊക്കെ വേവുമ്പോൾ കുറച്ച് വെള്ളം അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. എന്നാൽ കൂടിയും നമ്മളിവിടെ വെള്ളം ചേർത്ത് കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ മട്ടൻ്റെ സ്റ്റോക്ക് കുറച്ച് വേണം. നമുക്ക് ക്യാരറ്റും കിഴങ്ങൊക്കെ വേവിച്ചെടുക്കാനായിട്ട് മട്ടൻ്റെ സ്റ്റോക്ക് കുറച്ച് വേണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് മട്ടൺ വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ കിട്ടിയാൽ മതി. അതായത് പകുതി വേവാണ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നുള്ളൂ. ബാക്കി പകുതി വേവ് നമ്മൾ മസാലയിലാണ്, കറി പാകം ചേർത്തിട്ടാണ് അതിലേക്കാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മട്ടൺ ഇവിടെ വെന്ത് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. കിഴങ്ങും ക്യാരറ്റും അതും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 3 വിസിലൊക്കെ വന്നു. നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. മട്ടൻ്റെ വേവ് ഏത് പാകം വരെ ആയി എന്നൊക്കെ തുറന്നു നോക്കാം. കണ്ടോ, മട്ടൻ പാകം അളവിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. മട്ടൻ്റെ സ്റ്റോക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കറി പാകം ചേർക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വയ്ക്കാം. കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇവിടെ നമ്മൾ പാകം ചേർക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, കറി കൂട്ടാൻ വേണ്ടി എടുക്കുന്നത്. ഡാൽഡയിലും ഇത് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇത്തരം കറികൾ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ടയും കറിയാമ്പും ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, ഒന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് ഈ മസാലക്കൂട്ടിനെ ഇങ്ങനെ മുഴുവനായിട്ട് ഇടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നീങ്ങി നിന്നോളൂ. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മളിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, പച്ചമുളകും കൂടി ചേർത്ത് അതും കൂടിയിട്ട് ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഇടണ്ട, കുറച്ച് കഴിഞ്ഞിട്ടിടാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ഒരു പച്ചമണം മാറി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളകിൻ്റെ അളവ് നമ്മളുടെ എരിവിൻ്റെ അനുസരിച്ചാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വീട്ടിൽ അത്യാവശ്യം എരിവ് കൂട്ടുന്ന ആളുകളാണ് എല്ലാവരും തന്നെ. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഇത്രയും ഒരു 5-8 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അളവനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാം. പിന്നെ നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒരു പച്ചമണം മാറിയ ശേഷമാണ് നമ്മൾ സവാള ഇട്ട് കൊടുത്ത് വഴറ്റുന്നത്. സവാള വഴങ്ങി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് നമ്മൾ മട്ടൺ വേവിച്ചപ്പോഴും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സവാള വഴറ്റാൻ വേണ്ടി ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ. മറന്നു പോകണ്ട ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തത്. ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് കൂട്ടിയിടാൻ പറ്റും, പക്ഷെ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയായിപ്പോവും. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വഴങ്ങി കിട്ടി. ഒരുപാട് പേസ്റ്റ് പോലെ വഴങ്ങണ്ട, എന്നാലും അത്യാവശ്യം നല്ലപോലെ വഴങ്ങി കിട്ടി. അതിലേക്ക് നമ്മൾ കിഴങ്ങും ക്യാരറ്റും കൂടി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തു. നല്ലപോലെ വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മളിവിടെ നേരത്തെ വേവിച്ച് വെച്ച മട്ടൻ്റെ സ്റ്റോ ഉണ്ടല്ലോ, മട്ടൻ്റെ സ്റ്റോക്ക്, ആ സ്റ്റോക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
മട്ടൻ്റെ പീസൊന്നും ഇപ്പോൾ ഇട്ട് കൊടുക്കരുത്, ജസ്റ്റ് സ്റ്റോക്ക് മാത്രമാണ് ഇട്ട് കൊടുക്കുക. അതിലൊരു പീസ് വീണിട്ടുണ്ടായി, അത് ഞാനെടുത്ത് മാറ്റിയിട്ടോ. മട്ടൻ സ്റ്റോക്കും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് 5 മിനിറ്റ് ഒന്ന് അതിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് വഴങ്ങി വരട്ടെ. അതിനുശേഷം നമുക്ക് ഈ മട്ടൻ അങ്ങനെ ഇട്ട് കൊടുക്കാം. മട്ടൻ ഇട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. 2-3 മിനിറ്റ് കൂടെ ഒന്ന് നല്ലപോലെ അതിൽ വഴങ്ങി വരട്ടെ. കണ്ടോ, നന്നായി വഴങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. 2-ാം പാലിലാണ് ഇത് വെന്ത് കിട്ടേണ്ടത്. 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് ഇത്രയും നേരം നമുക്ക് 2-ാം പാലിൽ കിടന്ന് ബാക്കിയുള്ള വേവ്, ഒരു പകുതി വേവാണ് നമുക്ക് മട്ടൻ കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള വേവ് 2-ാം പാലിൽ കിടന്ന് വേവേണ്ടത് കൊണ്ടിട്ടാണ് നമ്മൾ അത്രയും അളവിൽ 2-ാം പാൽ എടുക്കുന്നത്. 2.5 കപ്പ് നിറച്ച് തന്നെ നമ്മൾ 2-ാം പാൽ എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ ഇവിടെ ചതച്ച കുരുമുളകാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നന്നായിട്ട് നൈസായിട്ട് പൊടിപ്പിച്ച പൊടിയല്ല എടുക്കുന്നത്. കുരുമുളക് പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ച് ഫ്ലെയിം ചേർത്ത് വെച്ച് കൊടുക്കാം, നമുക്ക് കൂട്ടി വെച്ച് കൊടുക്കാം. നല്ലപോലെ തിളച്ച് വരട്ടെ. തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം കുറയ്ക്കണം കേട്ടോ. കണ്ടോ, നല്ലപോലെ തിളച്ചു. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് മൂടി നല്ലപോലെ വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു 10-12 മിനിറ്റോളം എങ്ങനെയും വേവ് ബാക്കി നിൽക്കുന്നുണ്ടാകും. മട്ടനും കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി നല്ലപോലെ വെന്ത് കിട്ടട്ടെ. കുറച്ച് കിഴങ്ങ് നമുക്കിതിൽ ഉടച്ച് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ആ പാകത്തിന് വരെയും കിഴങ്ങ് നമുക്ക് വെന്ത് കിട്ടേണ്ടതുണ്ട്. നമ്മൾ അടച്ചു വെച്ചു വേവിച്ചു. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കിഴങ്ങിൻ്റെ വേവൊക്കെ പാകമായോ എന്ന് നോക്കാം. കുറച്ചുകൂടെ ഒന്ന് വേവ് ബാക്കി നിൽക്കുന്നുണ്ട്. കിഴങ്ങ് നമുക്ക് ഉടച്ചെടുക്കാൻ പാകത്തിനുള്ള വെന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വേവും കൂടി ബാക്കിയുണ്ട്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അടച്ച് മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നു നോക്കാം. ഏകദേശം ഒക്കെ നമ്മുടെ ചാറ് കുറുകി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു 5-8 പീസ് കിഴങ്ങ് കഷ്ണം എടുത്ത് മാറ്റി ഒന്ന് ഉടച്ചെടുക്കാം. മറ്റൊരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നല്ലപോലെ 5-8 പീസ് നമ്മൾ മാറ്റിയെടുത്തു. കട്ട് ചെയ്തതിൽ നിന്ന് നല്ലപോലെ ഉടയ്ക്കാം. ഉടച്ചിട്ട് ഇതങ്ങനെ ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. കറി നല്ലപോലെ കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറുകുന്ന അവസ്ഥയിലാണ് നമുക്കിനി 1-ാം പാല് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1-ാം പാല് നല്ല കൊഴുപ്പുള്ള പാലാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം നല്ല കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ കറി നമുക്ക് കിട്ടുന്നത്, സ്റ്റൂ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില മസ്റ്റാണ്, ഒഴിവാക്കരുത്. കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ചെറു തീയിലൊന്ന് നുര വരുമ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ചെറു തീയിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ ശേഷം 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ തിളയ്ക്കാൻ വിടണ്ട കേട്ടോ. നുര വരുമ്പോഴേക്കും നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ചേർത്ത് കൊടുക്കുക. തിളച്ച് തൂവി പോവാനായിട്ട് സമ്മതിക്കരുത്. ചെറുതായിട്ട് നുര വരുമ്പോഴേക്കും വീണ്ടും വീണ്ടും മിക്സ് ചെയ്ത് ചേർക്കാം. കണ്ടോ, നല്ല കുറുകിയ ചാറോട് കൂടി നമുക്ക് മട്ടൺ സ്റ്റൂ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് അപ്പത്തിൻ്റെ കൂടെ, റൊട്ടിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. ക്രിസ്മസ് ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഇത്തരം കുറച്ച് കറികളൊക്കെ പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. തുടർന്നും നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ. താങ്ക് യു.